ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ ചെന്നൈയിലെത്തിട്ടോ. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെന്നൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. 6 മണിക്കൂർ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക്. ഡൽഹി പോകാൻ ട്രെയിൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ട്രെയിൻ രാത്രി 10:30 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ആ 6 മണിക്കൂർ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചെന്നൈ ടൗണ് ഏകദേശമൊക്കെ ഓവറൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ സെറ്റാക്കുക, പവറാക്കുക. എൻ്റെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ട് നിങ്ങളിങ്ങനെ ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, നിങ്ങളെ മെയിൻ്റെ കുല അങ്ങനെ ആവരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടി. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളേക്ക് എത്തിക്കണല്ലേ. അങ്ങനെ മനോഹരവും മധുരിതവുമായ എന്തൊക്കെയായ നമ്മളെ ചെന്നൈ സിറ്റി നമ്മളിങ്ങനെ കണ്ടു. ആ കാണാതൊക്കെ എന്തോ ഒരു സംഭവമാണ്. എന്താ നിങ്ങൾക്ക് പറയാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിനി. എനിക്ക് എന്താണെന്ന് പറയാനറിയില്ല. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോളി, കണ്ടോളി. ഇതിൽ അറിയാവുന്നവർ, ഞാൻ ഈ കാണിച്ചിരുന്ന സംഭവമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളാ പോക്കിനിടയിൽ നമ്മൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. ട്രെയിനൊക്കെ ഇറങ്ങിയല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, വാട്ടർമെലിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ സെറ്റായിട്ടോ. എല്ലാവരും നല്ല ടയർഡേനു, പോരാത്തിന് ലഗേജും ഉണ്ട്, നല്ല ക്ഷീണത്തിന്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ നടത്താൻ തുടങ്ങി. കാരണം രാത്രി 10:30 വരെ നമ്മളിവിടെ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. നമുക്ക് നിസ്കാരം വേറെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി. നമ്മൾ ജമ്മു കസൂറാക്കട്ടോ അത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്ന് പള്ളി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ചായ കുടിക്കല്ലായിരുന്നു. ഓക്കെ, ചായ കുടിക്കാം. അങ്ങനെ എന്ത് ചെയ്ത് ഓരോ ചായ ഓരോരുത്തൊക്കെ പറഞ്ഞു. ടോട്ടൽ 4 ചായ, കാരണം നമ്മൾ 4 ആളുകളാണ് ടോട്ടൽ. അങ്ങനെ എന്ത് ചെയ്ത് ചായയൊക്കെ കുടിച്ച് സെറ്റായി. ചായ എന്താ അറിയില്ല, ക്ഷീണമുള്ളതുകൊണ്ടോ അല്ലാത്തതുകൊണ്ടോ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത് തുടങ്ങി. ഇത് ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാട്ടോ. അതാണ് കാരണം എൻ്റെ മുന്നിൽ അങ്ങനെ എഴുതി വെച്ച്. ഓക്കെ, കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ആരെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇവിടെ എന്തോ രാത്രി എന്തോ പരിപാടി നടക്കുകയാണ്, എന്ത് ബാൻഡും മുട്ടും പാട്ടും പരിപാടിയൊക്കെയാണ്. എന്താ ഇവരെ ആചാരം എന്തോ ആണ് തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അറിയാത്ത സംഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നോട് പറയാം. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ നല്ല വിശന്ന് മുടിങ്ങനെ വെള്ളമൊക്കെ കാത്തുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ എല്ലാവരും പറഞ്ഞത് തന്തൂരി ബിരിയാണി കേട്ടോ. അങ്ങനെ ബിരിയാണി നമ്മളെ മുന്നിലെത്തി. ബിരിയാണി ഫുഡ് എത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, കാത്തിങ്ങനെ ടൈമില്ല, അറ്റാക്ക് തുടങ്ങാൻ പോകണം. ഓക്കെ, അങ്ങനെ ഓരോരുത്തരും ഞാൻ വീഡിയോ എടുക്കണ ഗ്യാപ്പിലും മറ്റുള്ളവരൊക്കെ തിന്നാൻ തുടങ്ങി. പിന്നെ ഞാൻ തൊള്ളായിട്ട് നിന്നിട്ട് കാര്യമല്ലോ, നമ്മളെന്ത് ചെയ്ത് തിന്നാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ആ ചിക്കൻ വന്ന് എന്ത് ചെയ്ത് ഒരു പീസൊക്കെ ഇങ്ങനെ വലിച്ച് കീറിയെടുത്ത് ചോറിലിട്ട് അതിങ്ങനെ നം കഴിച്ച്. വിശപ്പിൻ്റെ ഇതിനോണ്ടാണോ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലാണ് കേട്ടത്. അതായത് മുന്നിൽ ഹലാൽ എന്നൊക്കെ എഴുതിച്ചാണ്. ഹലാലിന് എഴുതിച്ച് വെച്ചാൽ ഇവിടെ ഹലാൽ എന്നുള്ളതിലേ കയറുള്ളൂ, എന്തൊക്കെ പറഞ്ഞിട്ടോ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ് നമ്മൾ രാത്രി ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ, കാരണം 1.5 ദിവസം നമ്മൾ ട്രെയിനിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിക്ക് തിന്നാനുള്ള ഫ്രൂട്ട്സ് എന്ത് ചെയ്ത് നമ്മൾ വാങ്ങി, ഓറഞ്ച് പഴമൊക്കെ. ഓനങ്ങനെ കാണിച്ചു തരുന്നത് തരും. എൻ്റെ പഴം എൻ്റെ ഓറഞ്ചൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നതാണ് അവിടെ പറയണേ. ഓക്കെ, ഞാൻ വോയിസ് കട്ട് ചെയ്താണ്. അങ്ങനെ നമ്മളെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളെ ട്രെയിൻ എന്ത് ചെയ്ത് എത്തി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാം. ട്രെയിനിൽ കയറിയിട്ട് ഇനി സീറ്റ് കണ്ടുപിടിച്ചാണ്. സ്ലീപ്പറിനാണ്ട് കാര്യമില്ല, നല്ല തിരക്കുണ്ടായി. ഓക്കെ, അങ്ങനെ ട്രെയിനിൽ കയറി നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. വിറ്റിന് നേരം വെളുത്ത്. ഇനി ട്രെയിനിലുള്ള കാഴ്ചക്കാലം ഡൽഹി വരെയുള്ള അത് അടുത്ത വീഡിയോയിൽ വരും. അപ്പം എന്ത് ചെയ്യുക, അതുവരെ കൂടിയിട്ട് സെറ്റാക്കുക, പവറാക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.